വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. PV അൻവർ MLA-യുടെ ഗുരുതര വെളിപ്പെടുത്തലുകളിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെതിരെ പൊതുവേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചു. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കും. കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ MR അജിത് കുമാർ സ്റ്റേജിലുണ്ടായിരുന്നു. അജിത് കുമാറിനെ ഗൗനിക്കാതെ മുഖ്യമന്ത്രി പിന്നീട് വേദി വിട്ടു. ആരോപണങ്ങൾ സർക്കാർ അന്വേഷിക്കട്ടെ എന്നായിരുന്നു അജിത് കുമാറിന്റെ പ്രതികരണം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. PV അൻവറിന്റെ ആരോപണം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ് സർക്കാർ. നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് DGP-യെ രാവിലെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി. വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. DGP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. പൊതുവേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം. അതും ADGP അജിത് കുമാറിനെ വേദിയിലിരുത്തി. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എത്ര ഉന്നതനാണെങ്കിലും നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അച്ചടക്കത്തിന് നിരക്കാത്ത നടപടികൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. മുഖ്യമന്ത്രി വേദി വിട്ട ശേഷമായിരുന്നു ആരോപണ വിധേയനായ ADGP അജിത് കുമാർ പ്രസംഗിച്ചത്. താൻ ചെയ്ത കാര്യങ്ങൾ ADGP എണ്ണിപ്പറഞ്ഞു. ഇനി ഇത് പറയാൻ അവസരം കിട്ടില്ലെന്നായിരുന്നു ADGP-യുടെ വാക്കുകൾ. PV അൻവർ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന അജിത് കുമാർ സർക്കാർ എല്ലാം അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞു. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGP-ക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ADGP-ക്കെതിരായ ആരോപണത്തിൽ എന്നാൽ DGP പരസ്യപ്രതികരണത്തിന് തയ്യാറായില്ല. പലതവണ മാധ്യമങ്ങൾ ചോദിച്ചെങ്കിലും ഒരു പ്രതികരണവും DGP നടത്തിയില്ല. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടടുത്തുള്ള കസേരയിൽ ADGP അജിത് കുമാർ തലകുമ്പിട്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ഗൗനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാണ് MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുക. DGP റാങ്കിലുള്ള യോഗേഷ് ഗുപ്തയ്ക്കോ K പത്മകുമാറിനോ ആയിരിക്കും അന്വേഷണ ചുമതല. അതേസമയം PV അൻവറുമായുള്ള ഫോൺ സംഭാഷണം വിവാദമായതോടെ പത്തനംതിട്ട SP S സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആലോചിക്കട്ടെ. അജിത് കുമാറിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞാണ് PV അൻവറിന്റെ ഈ ആവശ്യവും അംഗീകരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം. സ്വർണ്ണക്കടത്ത് ബന്ധം മുതൽ അനധികൃത സ്വത്ത് സമ്പാദനം വരെ അൻവർ ഉന്നയിച്ച സകല ആരോപണങ്ങളിലും DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തും. യോഗേഷ് ഗുപ്തയുടെയോ K പത്മകുമാറിന്റെയോ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക. എടവണ്ണ കേസിൽ നിരപരാധിയെ MR അജിത് കുമാർ കുടുക്കിയെന്ന ആരോപണവും കോഴിക്കോട്ടെ വ്യവസായിയുടെ തിരോധാനത്തിലെ ഇടപെടലുകളും അന്വേഷിക്കും. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമ്പോൾ 3 പേരെ ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നുണ്ട്. H വെങ്കിടേഷ്, ബൽറാം കുമാർ ഉപാധ്യായ, മനോജ് എബ്രഹാം എന്നിവരിൽ ഒരാൾക്കായിരിക്കും ക്രമസമാധാന ചുമതല. PV അൻവറുമായുള്ള ഫോൺ സംഭാഷണ വിവാദത്തിൽ സർവീസ് ചട്ടം ലംഘിച്ചെന്ന DIG-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SP S സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ തീരുമാനങ്ങളിലെല്ലാം ഉടൻ തന്നെ ഉത്തരവിറങ്ങും. 24 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണം ഉറപ്പിക്കാൻ PV അൻവർ വെളിപ്പെടുത്തിയത് കവടിയാറിലെ വീട് നിർമ്മാണം. തിരുവനന്തപുരം കവടിയാറിൽ അജിത് കുമാർ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ടെന്ന്, അതിന് 15 കോടി രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയത് എന്നുമായിരുന്നു അൻവറിന്റെ ആരോപണം. ഈ വീട് നിർമ്മാണത്തെക്കുറിച്ചുൾപ്പെടെ അന്വേഷണം ഉണ്ടായേക്കും. MR അജിത് കുമാറിനെതിരെയുള്ള PV അൻവറിന്റെ വജ്രായുധമായിരുന്നു കവടിയാറിലെ വീട് നിർമ്മാണം.
കവടിയാർ കൊട്ടാരത്തിന്റെയും ഗോൾഫ് ക്ലബിന്റെയും ഒത്തനടുവിൽ 10 സെന്റ് ഭൂമി. സെന്റിന് 75 ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമിയിലാണ് ADGP MR അജിത് കുമാർ വീട് പണിയുന്നത്. 3 നിലകളിലായി ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് വീട്. വീടിന്റെ രേഖാചിത്രവും പുറത്തായി. MR അജിത് കുമാറിന്റെ പേരും വീടിന്റെ പ്ലാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കവടിയാർ കൊട്ടാരത്തിന് സമീപം ഭാര്യ സഹോദരന്റെ പേരിലും 12 സെന്റ് സ്ഥലം MR അജിത് കുമാർ വാങ്ങിയെന്ന് PV അൻവർ ആരോപിക്കുന്നു. ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. 3 നില വീടിന്റെ തറക്കല്ലിടിയിൽ ചടങ്ങിന്റെ ചിത്രങ്ങളും PV അൻവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഈ പണിതുയർത്തുന്ന കൊട്ടാര സദൃശമായ കെട്ടിടത്തെയാണ് PV അൻവർ മണിമാളിക എന്ന് വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പൊന്നും വില കൊടുത്ത് വസ്തു വാങ്ങാൻ, അതിലിങ്ങനെ ഒരു കൊട്ടാരം പണിയാൻ സംസ്ഥാനത്തെ ഒരു ADGPക്ക് എങ്ങനെ സാമ്പത്തിക അവസ്ഥ ഉണ്ടായെന്ന് പരിശോധിക്കണം. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. PV അൻവറിന്റെ ആരോപണത്തിൽ അടുത്തതായി തെറിക്കുന്നത് P ശശിയോ എന്ന ചർച്ച രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവം. P ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റണമെന്ന ആവശ്യം CPM-ലും ശക്തമാണ്. വിവാദങ്ങൾക്കിടെ PV അൻവർ നാളെ മുഖ്യമന്ത്രിയെ കാണും. ആരു ചെറുക്കും ആരു തടുക്കും എന്ന വെല്ലുവിളി പോലെ PV അൻവർ ആരോപണ പ്രഹരങ്ങൾ തുടരുകയാണ്. ആദ്യ പ്രഹരമേറ്റത് പത്തനംതിട്ട SP S സുജിത് ദാസിന്, അടുത്തത് ADGP MR അജിത് കുമാറിന്. ഇനി ഊഴം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കാണോ എന്നേ അറിയേണ്ടതുള്ളൂ. P ശശി പരാജയമാണെന്നും മുഖ്യമന്ത്രിയെ കുഴിയിൽ ചാടിക്കുന്നെന്നും പറഞ്ഞത് PV അൻവർ. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിനും നടപടിക്കും മുഖ്യമന്ത്രിക്ക് കഴിയും. ആരോപണ വിധേയർ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. എന്നാൽ P ശശിയുടെ കാര്യത്തിൽ CPIM-ന്റെ രാഷ്ട്രീയ തീരുമാനം വേണം. മുമ്പൊരിക്കൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തെറിച്ചതാണ് P ശശി. പിന്നീട് ശശിയെ തിരികെ എത്തിച്ചത് പിണറായി വിജയനാണ്. 96-2001 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന EK നയനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്നു ശശി. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന ദിനേശൻ പുത്തലത്ത് ദേശാഭിമാനി ചുമതലയിലേക്ക് പോയതോടെയാണ് P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ P ശശിയെ സംരക്ഷിക്കുന്നത് കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാം. ഏതായാലും തീരുമാനമെടുക്കേണ്ടത് CPIM ആണ്. 24 തിരുവനന്തപുരം. ADGPക്കെതിരെയുള്ള അൻവറിന്റെ ആരോപണങ്ങളിലൂടെ വീണ്ടും ചർച്ചയായി സോളാർ വിവാദം. കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനെതിരെ മൊഴി കൊടുക്കാതിരിക്കാൻ പരാതിക്കാരിയെ MR അജിത് കുമാർ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് അൻവറിന്റെ ആരോപണം ശരിയെന്ന് പരാതിക്കാരി 24-നോട് പറഞ്ഞു. ഇനിയും വേണമെങ്കിൽ കേസ് അന്വേഷിക്കട്ടെ എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. അജിത് സാറ് തികച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് സാറേ. പുള്ളിയുടെ സമ്പർക്കം മുഴുവൻ സമ്പന്നരുമായിട്ടാണ്. രാഷ്ട്രീയക്കാരിൽ KC വേണുഗോപാൽ സാറും K സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസുണ്ടല്ലോ സാർ, CBI അന്വേഷിച്ചിട്ടും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റവിമുക്തരാക്കപ്പെട്ടതിൻ്റെ കാരണക്കാരനും അജിത് സാർ തന്നെയാണ്. ADGP MR അജിത് കുമാറും കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും തമ്മിൽ അടുത്ത സൗഹൃദം. സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചത് KC വേണുഗോപാലിനു വേണ്ടി. കേസിലെ പരാതിക്കാരി മൊഴി കൊടുക്കാതിരിക്കാനുള്ള ശ്രമവും അജിത് കുമാർ നടത്തി. അജിത് കുമാറിനെതിരെ PV അൻവർ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലെ വെളിപ്പെടുത്തലുകളിൽ സോളാർ കേസ് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്. ആരോപണങ്ങൾ ശരിയെന്ന് കേസിലെ പരാതിക്കാരി. സോളാർ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് MR അജിത് കുമാർ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി സംസാരിച്ചത് മെയിൻലി 2 പേർക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് നമ്മളുടെ ഫോർമർ CM. രണ്ടാമത്തെ കാര്യം, പുള്ളി മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് KC വേണുഗോപാലിന് വേണ്ടിയിട്ടാണ്. ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പൊട്ടിച്ചിരിച്ചായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. 5 കൊല്ലം കേസ് അന്വേഷിച്ചു, ഇനിയും അന്വേഷിക്കട്ടെ എന്ന് KC വേണുഗോപാൽ. എന്റെ സഹോദര, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ചേതോ വികാരം. ഇന്ന് ഈ കാര്യമായിട്ട് രംഗത്ത് വന്നതിൽ ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, സർക്കാരിന്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും അവർ ഉപയോഗിക്കട്ടെ. അൻവറിന്റെ ആരോപണങ്ങളെ പിന്തുണച്ച് UDF നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. എന്നാൽ സോളാർ വെളിപ്പെടുത്തലുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ കൗതുകം. 24 തിരുവനന്തപുരം.
PV അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് കാണാതായ വ്യാപാരിയുടെയും എടവണ്ണയിൽ വെടിയേറ്റു മരിച്ച യുവാവിന്റെയും ബന്ധുക്കൾ പോലീസിനെതിരെ രംഗത്ത്. വ്യാപാരി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം. പോലീസിൽ വിശ്വാസമില്ല എന്നായിരുന്നു എടവണ്ണയിൽ കൊല്ലപ്പെട്ട റിദാന്റെ ബന്ധുക്കളുടെ പ്രതികരണം. വ്യവസായി മുഹമ്മദ് അട്ടൂരിന്റെ തിരോധാനത്തിലും എടവണ്ണ സ്വദേശി റിദാൻ ബാസിൽ വെടിയേറ്റ് മരിച്ചതിലും സ്വർണ്ണക്കടത്ത് ബന്ധമുണ്ടെന്നായിരുന്നു PV അൻവറിന്റെ ആരോപണം. രണ്ടിലും പോലീസിന് പങ്കുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു. റിദാൻ ബാസിൽ കൊല്ലപ്പെട്ട കേസിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും കേസ് CBIക്ക് വിടണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഈ പോയ എന്റെ മകനെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുമോ? ഇതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. CBI അന്വേഷിക്കണം. പോലീസിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടുകൂടി നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ CBI അന്വേഷിക്കണം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ പരാതിയുമായി നീങ്ങും. 2023 ഏപ്രിൽ 22-നാണ് റിദാൻ ബാസിലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 2023 ഓഗസ്റ്റ് 21-നാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതാവുന്നത്. എന്നാൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്നും ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഈ മാമി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കുന്നില്ല. ഇതിന് കേരള പോലീസിനെ ഏതോ ബാഹ്യശക്തി കേരള പോലീസിനെ സ്വാധീനിക്കുന്നു. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി സമരത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. 24 മലപ്പുറം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് അറസ്റ്റിൽ. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് CBI അറസ്റ്റ് ചെയ്തത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഈ സമീപകാലത്തെങ്ങും ഒരാളെ ഇത്രയും സമയം CBI ചോദ്യം ചെയ്തിട്ടുണ്ടാവില്ല. ഡോക്ടർ ഘോഷിനെ എത്രയോ മണിക്കൂറുകൾ തുടർച്ചയായി CBI ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇപ്പോഴത്തെ അറസ്റ്റ് ഏത് കേസുമായി ബന്ധപ്പെട്ടാണ്? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ 15 ദിവസത്തോളമാണ് സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി ചോദ്യം ചെയ്തത്. ഓരോ ദിവസവും 12, 13 മണിക്കൂർ വരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സന്ദീപ് ഘോഷിനെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ RG-കർ മെഡിക്കൽ കോളേജിൽ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ്. സന്ദീപ് ഘോഷിന്റെ മുൻ സഹപ്രവർത്തകർ തന്നെയാണ് ഈ വിഷയത്തിൽ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് ഹൈക്കോടതി ആ കേസ് കൂടി ഡോക്ടറുടെ കൊലപാതകം അന്വേഷിക്കുന്ന CBI സംഘത്തിന് കൈമാറുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI പിന്നീട് ചോദ്യം ചെയ്യൽ ഈ അഴിമതി കേസിൽ കൂടി നടത്തിയത്. അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി റെയ്ഡുകളും സന്ദീപ് ഘോഷിനും ഒപ്പം തന്നെ മുൻ സഹപ്രവർത്തകരുടെ വീടുകളിലും ആശുപത്രിയിലെ ഓഫീസിലടക്കമുള്ള ഇടങ്ങളിൽ റെയ്ഡ് നടത്തുകയും അഴിമതി നടന്നതായുള്ള പ്രാഥമിക വിവരം ലഭിക്കുകയും ചെയ്തിരുന്നു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റെയ്ഡ് നടന്നത് എന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് സന്ദീപ് ഘോഷിനെ CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, വഞ്ചന, സത്യസന്ധതയില്ലായ്മ, അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ 7 എന്നിവയാണ് സന്ദീപ് ഘോഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് CBIയിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ സന്ദീപ് ഘോഷിനെതിരെയുണ്ട്. ആ വിഷയങ്ങളിലുള്ള ചോദ്യം ചെയ്യലും മറ്റ് തെളിവെടുപ്പുകളും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിൽ പ്രധാനമായും ഈ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്നതിനിടെയാണ് ഡോക്ടർ സന്ദീപ് ഘോഷ് ഉൾപ്പെട്ട വലിയ അഴിമതിയുടെ വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. അതിലാണ് ഇപ്പോൾ അറസ്റ്റ്. ഡോക്ടറുടെ കൊലപാതകത്തിൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കേസുകളിൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ ചേർത്തലയിൽ മാതാവും ആൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെടുത്തു. ആൺ സുഹൃത്ത് രതീഷിന്റെ വീട്ടിലെ ശുചിമുറിയിലായിരുന്നു മൃതദേഹം. രതീഷിന്റെ വീട്ടിൽ വെച്ച് ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. മൃതദേഹം ആദ്യം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു. കുട്ടിയെ കാണാതായ വിവരം പുറത്തറിഞ്ഞതോടെ മൃതദേഹം കുഴിയിൽ നിന്ന് പുറത്തെടുത്ത് ശുചിമുറിയിൽ ഒളിപ്പിക്കുകയായിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് മനീഷ്, ഒരു വലിയ കുറ്റകൃത്യം ചെയ്തു, അത് ഒളിപ്പിക്കാൻ ഈ പ്രതികൾ നടത്തിയ ശ്രമം, കുട്ടിയെ തൃപ്പൂണിത്തുറയിൽ ഒരാൾക്ക് കൈമാറി വിറ്റു എന്നൊക്കെയായിരുന്നു മൊഴി നൽകിയത്. പോലീസ് ഇപ്പോൾ അതിക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, 100% 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
അതേ വിജയകുമാർ, ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നത് ഒരു നവജാത ശിശുവിനെ കാണാനില്ലെന്ന വാർത്ത ആദ്യം പുറത്തു വരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ നൽകിയ മൊഴി ഈ കുട്ടിയെ തങ്ങളുടെ സാമ്പത്തിക പ്രശ്നം മൂലം വളർത്താൻ പറ്റാത്തത് കൊണ്ട് കുട്ടിയെ മറ്റൊരു ആൾക്ക്, തൃപ്പൂണിത്തുറ സ്വദേശിയായ ഒരാൾക്ക് ദത്ത് നൽകിയെന്ന മൊഴി നൽകി. പിന്നീട് വൈകിട്ടോടുകൂടിയാണ് നാടിനെ നടുക്കിയ കൊലപാതകമാണ് ഇത് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. നിലവിൽ പോലീസ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് ചേർത്തലയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ അഡ്മിഷൻ ആകുന്നതും അവിടെ വെച്ച് പ്രസവം ഉണ്ടാകുന്നു. കഴിഞ്ഞ 30-ാം തീയതി അവിടെ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഈ ആൺ സുഹൃത്തായ രതീഷിൻ്റെ കൈവശം ഈ കുഞ്ഞിനെ കൊടുത്തുവിട്ടു. പിന്നീട് രതീഷിൻ്റെ മൊഴി അനുസരിച്ച് രതീഷും ആശയും കൂടെ ചേർന്ന് രതീഷിൻ്റെ വീട്ടിൽ വെച്ച് ഇരുവരും ചേർന്ന് വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടു എന്നാണ്. പിന്നീട് ഈ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു പോലീസ് തങ്ങളുടെ പിന്നാലെയാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ആ കുഴിയിൽ നിന്നും കുഞ്ഞിൻ്റെ മൃതദേഹം, നവജാത ശിശുവിൻ്റെ മൃതദേഹം പുറത്തെടുത്ത ശേഷം അത് ശുചിമുറിയിൽ ഒളിപ്പിച്ചു. ഇവരുടെ ഒരു പദ്ധതി ഈ തെളിവ് നശിപ്പിക്കുന്ന ഭാഗമായി ഇത് മറ്റെവിടെയെങ്കിലും ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. പക്ഷേ അതിനു മുൻപേ തന്നെ പോലീസ് സംഘം, അന്വേഷണ സംഘം ഇവരെ കുടുക്കി, ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യം കുടുക്കി. നിലവിൽ ആശയുടെ മൊഴി, ആശ പറയുന്നത് ഈ രതീഷിന് കൈമാറിയിട്ടുണ്ട്, അത് മറ്റൊരാൾക്ക് ദത്ത് നൽകാൻ വേണ്ടിയാണ് കൈമാറിയത്, അത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ വിവരം രതീഷ് മറച്ചു വെച്ചു എന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ തമ്മിലുള്ള ഫോണിലെ സംഭാഷണങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചാൽ മാത്രമായിരിക്കും കൊലപാതകത്തിൽ ആശയ്ക്ക് കൂടി പങ്കുണ്ടോ എന്നുള്ള കാര്യം പോലീസിന് അറിയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന തുണിയടക്കം ഈ രതീഷിൻ്റെ വീടിൻ്റെ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്ന് പോലീസ് നിലവിൽ ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ പൂർത്തിയാകും. അതിലെ മറ്റു വിവരങ്ങൾ ഒക്കെ തന്നെ പോലീസ് സംഘം ശേഖരിച്ച ശേഷമായിരിക്കും. മൃതദേഹം ആദ്യം വീട്ടുവളപ്പിൽ കുഴിച്ചിടുന്നു, അത് കുട്ടിയെ കാണാതായി എന്ന വിവരം പുറത്തറിഞ്ഞതോടെ അവിടെ നിന്ന് എടുത്ത് ഈ ശുചിമുറിയിൽ, പ്രതിയുടെ ശുചിമുറിയിൽ ഒളിപ്പിക്കുന്നു. പോലീസ് ഇപ്പോൾ എത്തി കണ്ടെത്തി ഒരു കൊലപാതകത്തിൻ്റെ, ഒരു അതിക്രൂര കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക പീഡന കേസിൽ എം മുകേഷ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. വിവിധ കോടതികളിലായി നടൻ സിദ്ദിഖും ഇടവേള ബാബുവും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത്. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത സർക്കാർ കസ്റ്റഡി ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. വാട്സപ്പ് ചാറ്റുകൾ, ഫോൺ കോൾ രേഖകൾ എന്നിവയടക്കം മുദ്രവച്ച കവറിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ കോടതി പരിശോധിച്ചു. വാർത്താമാധ്യമങ്ങളിലെ പരാതിക്കാരിയുടെ പ്രതികരണങ്ങളും തെളിവായെത്തി. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് ഹൈക്കോടതിയിലും ഇടവേള ബാബു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും എത്തി. അതേസമയം നടൻ ജയസൂര്യ കടന്നുപിടിച്ചെന്ന നടിയുടെ പരാതിയിൽ തൊടുപുഴ പോലീസ് നടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ജയസൂര്യക്കെതിരായ മറ്റൊരു കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയരൂപീകരണമോ അടിയന്തര നടപടിയോ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അരുന്ധതി റോയ്, KR മീര, പ്രകാശ് രാജ്, രേവതി ലൗൾ ഉൾപ്പെടെയുള്ള 72 പേർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി എത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വീണ്ടും വിമർശനവുമായി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ സിമി റോസ്ബെൽ ജോൺ. സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നിന്നും തന്നെ ഒതുക്കിയത് VD സതീശൻ എന്നാണ് ആരോപണം. തനിക്കെതിരെയുള്ള ആരോപണത്തിന് മറുപടി നൽകി എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അവസരം ലഭിക്കാൻ ചൂഷണത്തിന് നിന്നുകൊടുക്കണമെന്ന ആരോപണത്തിൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന് CPIM ആവശ്യപ്പെട്ടു. നേതാക്കളുടെ പിന്തുണ ഉണ്ടായിട്ടും ദീപ്തി മേരി വർഗീസിനെ സംസ്ഥാന ഭാരവാഹിയാക്കാൻ VD സതീശൻ തന്നെ ഒതുക്കിയെന്നാണ് സിമി റോസ്ബെൽ ജോണിന്റെ ആരോപണം. വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ച പലരെയും മറികടന്ന് ജെബി മേത്തറിന് പദവികൾ നൽകി. താൻ CPIMനെ കൂട്ടുപിടിച്ചെന്ന ആരോപണം സിമി റോസ്ബെൽ തള്ളി. ഞാൻ വെല്ലുവിളിക്കുന്ന അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട്, വെല്ലുവിളിക്കുന്ന CPIMമായിട്ട് ഗൂഢാലോചനയുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. ലതിക സുഭാഷിനെ പോലെ കരഞ്ഞോണ്ടല്ലോ കേട്ടോ, ചിരിച്ചോണ്ട്. സതീശനെതിരെ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്നും സിമി റോസ്ബെൽ ജോണിന്റെ മുന്നറിയിപ്പ്. ആരോപണങ്ങൾക്ക് മറുപടി നൽകിയതാണെന്ന് VD സതീശൻ പ്രതികരിച്ചു. ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും നടത്തണ്ട, അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്.
ഞാനല്ലല്ലോ നടപടിയെടുത്ത KPC പ്രസിഡന്റ്, അവിടെ ചോദിച്ചാൽ. ഒരു വനിത പരാതി ഉന്നയിച്ചപ്പോൾ അവരെ പുറത്താക്കി. ഇതാണോ പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീപക്ഷ സമീപനമെന്നും മന്ത്രി വീണ ജോർജ്. എന്താണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സ്ത്രീപക്ഷ നിലപാട്? എന്താണ്? ഒരു പരാതി ഉന്നയിക്കുമ്പോൾ ആ പരാതി ഉന്നയിച്ച വനിതയെ പുറത്താക്കിയാണ് ചെയ്തത്. ആരോപണത്തിൽ കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. സിമിയുടെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട DYFI VD സതീശന്റെ പറവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 24 കൊച്ചി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇപ്പോൾ പരിശോധന നടത്തേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളി. ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണിതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു. കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വിശദമായ സുരക്ഷാ പരിശോധന നടത്താനാണ് ജല കമ്മീഷൻ അംഗീകാരം നൽകിയത്. സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം മതി അറ്റകുറ്റപ്പണികളെന്നായിരുന്നു മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ കേരളം മുന്നോട്ട് വെച്ച ആവശ്യം. 12 മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന നടത്താനാണ് നിർദ്ദേശം. പരിശോധന 2026 മതിയെന്ന തമിഴ്നാടിന്റെ വാദം കമ്മിറ്റി തള്ളി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അടിയന്തര കർമ്മ പദ്ധതി പുതുക്കിയ ഡാം റേക്ക് അനാലിസിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി പൂർത്തിയാക്കാനും തമിഴ്നാടിന് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം നൽകി. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന വർഷങ്ങളായി കേരളം ആവശ്യപ്പെട്ടതാണെന്നും തീരുമാനം തമിഴ്നാടിനും അംഗീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചുവടുവയ്പായി ഇതിനെ കാണാൻ കഴിയും. കേരളം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണല്ലോ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ പുതിയൊരു ഡാം ഉണ്ടാവുക, ഇക്കാര്യമായിരുന്നു നമ്മൾ നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെച്ചത്. വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതി കേരളം നിർദ്ദേശിക്കുന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയുൾപ്പെടെ പരിശോധിക്കും. 2011 സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി ഇതിനു മുൻപ് വിശദ പരിശോധന നടത്തിയത്. 24 ഡൽഹി. വാർത്താമഴ തുടരുന്നു. ADGP അജിത് കുമാറിനെതിരായ അന്വേഷണ ഉത്തരവ് വൈകുന്നു എന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുഖ്യമന്ത്രി അന്വേഷണം ഉച്ചയ്ക്ക് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ അത് ഇറങ്ങിയിട്ടില്ല. അജിത് കുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ഒഴിവാക്കാൻ വലിയ സമ്മർദ്ദം സർക്കാരിലുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങൾ നൽകും. ഷഫീദ്, മുഖ്യമന്ത്രി ഒരു വേദിയിൽ, ഒരു പരസ്യമായ ഒരു പൊതുവേദിയിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ഇനി അതിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാൻ കഴിയില്ല. ഈ അന്വേഷണ ഉത്തരവ് വൈകാൻ കാരണം എന്താണ്? അത്രമേൽ സമ്മർദ്ദം അജിത് കുമാറിനെ സംരക്ഷിക്കാൻ സർക്കാരിന് മേലുണ്ട്, ആഭ്യന്തര വകുപ്പിന് മേലുണ്ട് എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, ഇക്കാര്യത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച വേദി അത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയായിരുന്നു. ആ വേദിയിൽ വെച്ച് തന്നെ പോലീസിലെ പുഴുക്കുത്തുകളെ ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വളരെ വളരെ വൈകാരികമായി കൂടി, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ ADGP ആയിരുന്ന MR അജിത് കുമാറിനെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്യാതെ മുഖ്യമന്ത്രി പ്രസംഗം നടത്തുകയും പ്രസംഗത്തിൽ പ്രഖ്യാപനം നടത്തുകയും, പ്രത്യേകിച്ച് PV അൻവറിന്റെ ആരോപണത്തിൽ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തും, DGP റാങ്കിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷണം നടത്തും എന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിച്ച് ഇതുവരെ ഈ സമയം വരെ ഏതെങ്കിലും തരത്തിൽ ഉത്തരവിറങ്ങിയിട്ടില്ല. മാത്രവുമല്ല, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കത്തിനുള്ള നിർദ്ദേശവും ആഭ്യന്തര വകുപ്പിൽ നൽകി. പക്ഷേ ആ ഉത്തരവും ഇറങ്ങിയിട്ടില്ല. ഈ 2 ഉത്തരവും ഇറങ്ങാത്തതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന്, അജിത് കുമാറിനെതിരെയുള്ള അച്ചടക്ക നടപടി ഒഴിവാക്കാൻ, അതല്ലെങ്കിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയ തീരുമാനം അതൊരു ഉത്തരവായി ഇറങ്ങുന്നതിന് അതിനെതിരെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം അതുണ്ടാകുന്നുണ്ട്. അജിത് കുമാർ ക്രമസമാധാന ചുമതലയെ തുടർന്നുകൊണ്ടൊരു അന്വേഷണം പോരെ എന്നുള്ള ചില അഭിപ്രായങ്ങൾ അത് മുഖ്യമന്ത്രിക്ക് മുൻപിലും ആഭ്യന്തര വകുപ്പിന് മുൻപിലും എത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥർ, അത് 2 പേരുകളാണ് നമ്മൾ കേട്ടത്. അതിലൊന്ന് K പത്മകുമാറാണ്, DGP റാങ്കിലുള്ള K പത്മകുമാർ, അതല്ലെങ്കിൽ യോഗേഷ് ഗുപ്ത. ഈ 2 പേരും ഏതെങ്കിലും തരത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി വൈകലിന് കാരണമാകുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. പക്ഷെ അപ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസിലേക്ക് സർക്കാർ പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. വിജയകുമാർ.
വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ രാത്രിയിൽ വരുന്നത്. മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതാണ്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഉത്തരവിറങ്ങിയില്ല. SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം വന്നിരുന്നു. പക്ഷേ അതിൻ്റെയും ഉത്തരവിറങ്ങിയിട്ടില്ല. സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൂടുതൽ അന്വേഷണമൊക്കെ നടത്തുന്ന വിഷയമാകുമ്പോഴേക്കും അതിൽ ആഭ്യന്തര വകുപ്പിന് മേൽ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ പൊതുവേദിയിൽ പ്രഖ്യാപിച്ച അന്വേഷണ തീരുമാനത്തിൽ നിന്ന് ഇനി പിന്നോട്ട് പോകുമോ സർക്കാർ എന്നുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.